ഹലോ, ഇന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണേ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചായ കുടി കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് വട്ടയപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ഗ്ലാസ് ഏവിയസിൻ്റെ ഇടിയപ്പപ്പൊടിയും അരമുറി തേങ്ങായും 1 സ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും മധുരവും ഇട്ട് ഒരു കൈ ചോറും ഇട്ടിട്ട് അതിൽ തേങ്ങായും ചോറും ഈസ്റ്റും കൂടി അരച്ച് ഈ ഇടിയപ്പം മാവിലേക്ക് ഒഴിക്കണം. എന്നിട്ട് അങ്ങനെ എല്ലാം കൂടി അരച്ച് വെച്ച മാവാണ് കേട്ടോ ഇത്. ഉച്ചക്ക് 1 മണിക്കാണ് അരച്ച് വെച്ചത്. ഇപ്പം 4 മണിയൊക്കെ ആയില്ലേ. ഇപ്പം നല്ല ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇഡ്ഡലിക്കൂട്ടം വെക്കാം. ഇനി ഇതിലേക്ക് തട്ട് വയ്ക്കാം. ഇനി 2 സ്റ്റീൽ പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പാത്രത്തിൽ രണ്ടും നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ഈ ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ അകത്തേക്ക് വെക്കാം. ഈ മാവ് ഒത്തിരി ഇളക്കാതെ പതുക്കെ ഒന്ന് ഇളക്കി വെച്ച് ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ അകത്ത് വെക്കുന്നതിന് മുമ്പ് ഈ മാവ് ഈ 2 പാത്രത്തിലേക്ക് പപ്പാതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇങ്ങനെ കൊട്ടിക്കൊടുക്കാം. ഇത് പിന്നെ ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കാം. അടുത്ത തട്ട് മേളിൽ വയ്ക്കാം. തട്ടുന്നു, അടുപ്പിൽ വെക്കുന്നു. ഇനി നമുക്കിത് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അടുത്തതായി നമുക്ക് കുടിക്കാനുള്ള ചായ റെഡിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് തുറക്കാം. ഇതിന് നമുക്കെടുത്ത് തരക്കാൻ വെക്കാവേ. ഈ മാവിൻ്റെ അകത്ത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാവേ. ഇനി ഇത് നമുക്ക് തട്ടിയെടുക്കാം. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്തി വെച്ചിട്ട് മുറിക്കുവാണ് കേട്ടോ. ആവശ്യമായ ഒരു കഷ്ണം ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുവാണേ. എനിക്കിത് കഴിച്ചിട്ട് വേണം 5 മണിക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാനേ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതും നമ്മുടെ ഏലക്കായിട്ട് ചായയും കൂടി കൂട്ടി കുടിക്കാൻ നമുക്ക് കഴിച്ച് നോക്കാം. ഇതേ കഴിച്ച് നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. സൂപ്പർ.